ഗോൾഡൻ ഫുട് പ്രിൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുന്നത് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ ചിറ്റപ്പനാട്ടച്ചനെയാണ്. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മുതിർന്ന വൈദികനായ ബഹുമാനപ്പെട്ട ചിറ്റപ്പനാട്ടച്ചൻ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ അഭിമാനമായ അമൽജ്യോതി കോളേജിൻ്റെ സ്ഥാപനം മുതൽ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ വിവിധ നിർമ്മാണ മേഖലകളിൽ അച്ഛൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ അച്ഛൻ ചെയ്യുന്ന രോഗീ ശുശ്രൂഷ വളരെ വലുതാണ്. തുച്ഛമായ വേതനം സ്വീകരിച്ചുകൊണ്ട് അച്ഛൻ രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ അത് കാരുണ്യത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തിയായി അനേകർക്ക് അനുഭവവേദ്യമാകുന്നു. അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അച്ഛാ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, വിശ്രമ ജീവിതത്തിലെ വലിയൊരു സന്തോഷവും സമാധാനവും അനുഭവിക്കുന്ന ഒരു സമയമാണിത്, അല്ലേ? തീർച്ചയായിട്ടും. അച്ഛാ, അച്ഛൻ്റെ കുടുംബം, കുട്ടിക്കാലം, ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങാമോ? ഞങ്ങൾ ആദ്യകാലത്ത് പാലാരൂപതയായിരുന്നു. ഓ. അപ്പൻ്റെ അമ്മയുടെയും വീട് തടനാട. അമ്മയുടെ വീട് തെക്കഞ്ചേരി കുന്നൽ എന്ന് പറയും, അപ്പൻ്റെ ചിറ്റപ്പനാട്ട്. അപ്പോഴേ ഞങ്ങൾ 10 പിള്ളേരാണ്. ആ, ഞാനൊക്കെ ജനിക്കുമ്പോൾ 8ാമത്തെ കൊച്ചാ. ആ, 9ാമത്തേത് വരെ ചിമ്മലമറ്റമായിരുന്നു. എൻ്റെ മാമോദിസായും ചിമ്മലമറ്റംപള്ളിയിലാണ്. സെപ്റ്റംബർ 5 വർഷം 1943. അന്നൊരു തിരുവോണ ദിവസം കൂടെ ആയിരുന്നു, 5-ാം തീയതി. അന്നാ ജനനം. പഠിക്കുന്നത് പിണ്ണാക്കിനാണ്ട് CMS സ്കൂളിൽ 1ാം ക്ലാസ് ചേർക്കും. അപ്പം എൻ്റെ ഫാദറിനുമൊക്കെ അന്ന്, ഫാദറിനും അതുപോലെ തന്നെ ഫാദറിൻ്റെ ചേട്ടന് ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. തടനാട്ട് വളരെക്കാലം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ചെമ്മല പെണ്ണാക്കനാട്ട് നിന്ന് പാലൂർക്കാവിലേക്ക് സ്ഥലം വിറ്റ് പോയത്. അങ്ങനെ സ്ഥലം വിറ്റ് പോകുന്നതിന് മുമ്പ് എൻ്റെ ഇളയ കുട്ടി ഉണ്ടായിരുന്നു. അതൊരു 9ാമത്തെ. അത് 2 വയസ്സായപ്പോൾ എന്തോ അസുഖം വന്ന് അത് മരിച്ചുപോയി. അപ്പം ഞങ്ങളവിടെ ചെല്ലുമ്പോൾ സ്ഥലങ്ങളെല്ലാം ഈ ഒരുമാതിരി എല്ലാം കൃഷിസ്ഥലങ്ങളാണ്, എന്നാലും ഒരുമാതിരി വനത്തിൻ്റെ പ്രതീതി പോലെയുള്ള എല്ലാ കൃഷികളും ഒക്കെ ഉണ്ട്. ഒരു 10-13 ഏക്കർ സ്ഥലം വെച്ചും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഗവൺമെൻറ് സ്കൂൾ ആകെപ്പാടെയുള്ള LP സ്കൂള്. അതൊരു പുല്ലുമേഞ്ഞ് പഴയ ഒരു ഷെഡ് പോലുള്ളൊരു കെട്ടിടമാണ്. അവിടെയാണ് 1ാം ക്ലാസ് പിന്നെ പോയി ചേരുന്നത്. എൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേരൊക്കെ ആ പ്രദേശത്തുള്ളവരാ. പക്ഷേ എൻ്റെ ഇരട്ടി പ്രായമുള്ളവരൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ അവരുടെ വേഷങ്ങളൊക്കെ ചിലപ്പോൾ തോർത്ത കൊടുത്തായിരിക്കും വരുന്നത്. അങ്ങനെയുള്ളവരും ഉണ്ട്. പറഞ്ഞാൽ വീടിനടുത്ത് എല്ലാവർക്കും സ്ഥലം കൂടുതലുള്ളതുകൊണ്ടേ ഒരു വീട്ടിൽ നിന്നൊക്കെ വേറൊരു വീട് അങ്ങനെ അടുത്ത് കാണാനായിട്ട്. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു ഏകാന്തത പോലെ ആയില്ലേ. അത് കാരണം സ്കൂളിൽ പോകുമ്പം എന്തിനാ സ്കൂളിൽ പോകുന്നതെന്നുള്ള അറിയത്തില്ല. അതേസമയം ഇവിടെ ആയിരുന്നേ അറിയായിരുന്നു. നിങ്ങളൊരു സണ്ണി തോമസ്, ഷൂട്ടിംഗ് ചാമ്പ്യൻ സണ്ണി തോമസിനെ കേട്ടിട്ടില്ലേ? ഈയിടെ മരിച്ചത്. പുള്ളി പേരപ്പൻ്റെ മകളുടെ മകനാണ്. പുള്ളി ഉണ്ടായത് ഞങ്ങളുടെ വീട്ടിലാണ്. എന്നെക്കാൾ ഒരു 2-3 വയസ്സ് കൂടുതലേ ഉള്ളൂ, കൂടുതലില്ല. മനസ്സിലായ? അവർക്കൊക്കെ ഞങ്ങൾ ചെമ്മലമറ്റത്തായിരുന്നെങ്കിൽ ചിലപ്പം ആ ലൈനിലങ്ങ് പോയേനെ. അപ്പം ഞങ്ങൾ പാലൂർക്കാവിന് പോകുന്ന സമയത്ത് എൻ്റെ നേരെ മൂത്ത പെങ്ങളുടെ മൂത്തത് ഒരു ചേട്ടനാണ്. ആ കാളകെട്ടിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് അപ്പോൾ അവിടെ ഈ കൽക്കട്ടയിൽ നിന്നൊക്കെ മിഷൻ ഫാദേഴ്സ് വന്ന് സലേഷ്യൻ അവർ വന്നു. അപ്പം അവർ മിഷനെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പം ചേട്ടനച്ഛന് ആ ചേട്ടന് അങ്ങനെ അവരുടെ കൂടെ അവിടുന്ന് ഏതാനും പിള്ളേരുണ്ടായിരുന്നു. അങ്ങനെ മിഷന് പോയി. ആസാമിൽ പിന്നെ ഷില്ലോങ്ങിലൊക്കെ ആയിരുന്നു. അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പം ഞങ്ങൾ പാലൂർക്കാവിനും പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ 10ാമത്തെ കുട്ടി എനിക്കുന്നു. 10ാമത്തെ കുട്ടി പെൺകുട്ടിയാണ്. ഞങ്ങൾ 3 ആണുങ്ങളും ബാക്കി 7 പേര്. ഏറ്റവും മൂത്ത ആളിന് ചെമ്മലമറ്റത്താണ് കിട്ടിയത്, തോട്ടുങ്കൽ എന്ന് പറയും. ആ പെങ്ങൾക്ക് ഒരു മകൻ അച്ഛനുണ്ട്,
പിന്നെ 2 സിസ്റ്റേഴ്സുണ്ട്. അച്ഛന് 70 വയസ്സ് കഴിഞ്ഞപ്പോൾ അറ്റാക്ക് വന്ന് ഡൽഹി വെച്ച് മരിച്ചുപോയി. TOR സഭയിലായിരുന്നേ. പിന്നെ ഒരു മകള് കൽക്കട്ടയിൽ ക്ലൂണി സഭയിലാണ്. പിന്നെ അതിൻ്റെ ഒരു മകള് ജർമ്മനിയിൽ മെഡിക്കൽ മിഷനിലാണ്. ബാക്കി ഇനിയിപ്പം തറവാട്ടിലൊരു ഏറ്റവും മകനേ ഉള്ളൂ. അത് മൂത്തയാളിൻ്റെ 3 പേര് ഒക്കേഷനിൽ പെങ്ങടെ പിള്ളേർ. പിന്നെ ആ പെങ്ങടെ ഇളയത് വേറൊരു പെങ്ങളാണ്. അത് പാലാ മഠത്തിൽ ചേർന്നു, FCC കോൺവെൻറ്റിലാണ്. അതിൻ്റെ ഇളയത് വേറെ ഒരു പെങ്ങളാണ്. പിന്നെ അതിൻ്റെ ഇളയത് ഒരു പെങ്ങളാണ്, ഏലിക്കുട്ടി എന്ന് പറയും. പിന്നെ അതിൻ്റെ ഇളയതാണ് ചേട്ടൻ അച്ഛൻ. പിന്നെ അച്ഛൻ്റെ ഇളയത് ഒരു പെങ്ങളാണ്. ആ പെങ്ങൾ അതേ സലേഷ്യൻ സഭയിൽ തന്നെ, ഇപ്പം ഗൗഹാത്തി പ്രൊവിൻസിൽ കന്യാസ്ത്രീയാണ്. അത് എൻ്റെ നേരെ മൂത്തത്. അത് കഴിഞ്ഞ് ഞാൻ. പിന്നെ എൻ്റെ നേരെ ഇളയത് മരിച്ചു എന്ന് പറഞ്ഞല്ലോ, അതിന് ശേഷമുള്ള പെരുന്നാൾ ചെന്ന് കഴിഞ്ഞുണ്ടായത് അതും സലേഷ്യൻ സഭയിലെ ഗൗഹാത്തിയിലെ കന്യാസ്ത്രീയാണ്. അതെ. അപ്പം ദൈവവിളിയുടെ ഒരു സമൃദ്ധിയാണ് കുടുംബത്തിൽ മുഴുവനും, അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ സഹോദരങ്ങൾ, അതുപോലെ തന്നെ സഹോദരങ്ങളുടെ മക്കള്. പിന്നെ ഒരു പെങ്ങടെ കോക്കാട്ടം എന്ന് പറഞ്ഞ പെങ്ങൾക്കും ഒരു മകൾ കന്യാസ്ത്രീ സലേഷ്യൻ സഭയിലുണ്ട്. അച്ഛാ, ഇപ്പം ഈ 9 അല്ലെങ്കിൽ 10 കുട്ടികളുള്ള ഒരു കുടുംബം, അപ്പം നമ്മുടെ ഈ ബാല്യകാലത്ത് അവരുമൊക്കെ ആയിട്ടുള്ള പങ്കുവെക്കൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓർമ്മകൾ, ഭയങ്കര ഒരു ആഘോഷം, അടിച്ച് പൊളിച്ച് അങ്ങനെയാണോ? അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ പിണ്ണാക്കനാട്ട് അല്ലെ ചെമ്മനാട്ടിൽ നിന്ന് പാലൂർക്കാന് പോയല്ലോ. അപ്പോഴേ പെങ്ങന്മാർക്കൊക്കെ അവരൊക്കെ എന്നെക്കാളും മുതിർന്ന ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പാലൂർക്കാവ് ചെന്ന് അവിടെ പഠിക്കാനൊന്നുമില്ല. അത് കാരണം അവർ നാട്ടിൽ തന്നെ ബന്ധപ്പെട്ട വീടുകളിലൊക്കെ ആയിരുന്നു, അല്ലെ ബോർഡിങ്ങിലൊക്കെ ആയിരുന്നു. അത് കാരണം അവിടെ ചെന്ന് കഴിയും മിക്കവാറും ഞാൻ തന്നെയൊക്കെ ഉള്ളൂ. അങ്ങനെയൊക്കെ വന്നു. അത് കാരണം ഈ നേര് പറഞ്ഞാൽ ഇപ്പം ഫാമിലിയിലെ ബന്ധപ്പെട്ടവരുടെ ബന്ധം പോലും എങ്ങനെയാണെന്നുള്ളത് പറയാനായിട്ട് ഇച്ചിരി പ്രയാസമാണ്. കാരണം അതേസമയം അവിടെ അടുത്ത ബന്ധുക്കാരുണ്ടായിരുന്നെങ്കിൽ അത് അവിടെയുള്ള ആൾക്കാർക്കാണെങ്കിൽ അവരുടെ ബന്ധുക്കളെ അവർക്കറിയാം. ഞാൻ ഈ കൊച്ചു പ്രായത്തിൽ അത് എന്നിൽ നിന്ന് പോയില്ലേ. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതും വീട്ടിൽ അപ്പനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ആരെങ്കിലും വന്നു പോയാൽ അങ്ങനെയൊക്കെ ഉണ്ട്. കൂടുതൽ ആൾക്കാർ അവിടെ ഇല്ലാതെ. പിന്നെ ചേട്ടനുണ്ടായിരുന്നു. സാധാരണ ഇങ്ങനെ കൂടുതൽ മക്കളൊക്കെ ഉള്ളപ്പോൾ അമ്മയായിരിക്കില്ല, ചിലപ്പം ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ആയിരിക്കും നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത്. അതെ. പക്ഷെ അച്ഛനെ വ്യത്യസ്തമായിട്ട് ഇങ്ങോട്ട് മാറേണ്ടി വന്നതുകൊണ്ട് അത്രയൊരു മിക്ലിംഗ് ഉണ്ടായില്ല. അതാ അവിടെ സ്കൂളിൽ ചേർന്നു. അന്ന് 5ാം ക്ലാസ് വരെയുണ്ട് LP സ്കൂളിലെ. അപ്പം 5ാം ക്ലാസ് വരെ പഠിച്ചു. ആ സമയമായപ്പോഴത്തേക്കും മൂത്ത പെങ്ങന്മാർ 2 പേര് ഹൈസ്കൂളിലായി. അപ്പോൾ അവർ അന്നേരം പാലൂർക്കാവിന് വന്നു. അപ്പം പിന്നെ അവിടെ ഹൈസ്കൂളില്ല, ഇവിടെ എങ്ങും ഹൈസ്കൂൾ ആകെപ്പാടെയുള്ള മുണ്ടക്കയത്താണ്, ഒരു CMS സ്കൂളാണ്. മുണ്ടക്കയത്ത് വരണേ അന്നത്തെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ അടുത്ത് നടക്കണം, വണ്ടിയൊന്നും ഇല്ലാത്ത കാലമാണ്. അപ്പോൾ അവർക്ക് കൂട്ടായിട്ട് ഫസ്റ്റിൽ ഞാനും കൂടെ മുണ്ടക്കയം CMS സ്കൂളിൽ പോയി. അന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നാണല്ലോ, തേർഡ് ഫോം പബ്ലിക് എക്സാമിനേഷനാണ്. അങ്ങനെ ഫസ്റ്റിൽ അവരുടെ കൂടെ അവർക്ക് കൂട്ടുപോയി. അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ഫോമിലായപ്പോഴത്തേക്കും പിന്നെ ഞാൻ അവിടെ അന്നേരം ഈ ഒരു UP സ്കൂൾ പെരുവന്താനത്തുണ്ട്, പള്ളിവക. അപ്പം UP സ്കൂളിലേക്ക് ഞാൻ അങ്ങോട്ട് മാറി സെക്കൻഡ് ഫോമിൽ. അപ്പം സെക്കൻഡ് ഫോമിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ടൈഫോയിഡ് വന്നു. അന്നത്തെ കാലത്ത് ടൈഫോയിഡ് വന്ന് ഒരുപാട് പേര് മരിച്ചുപോയി. നാട്ടുപ്രദേശത്തൊക്കെ ഉണ്ടാകുമായിരുന്നു. ഞാനിവിടെ ഈ കടമപ്പുഴ ഹോസ്പിറ്റലിൽ വന്ന് കിടന്നു. അന്ന് 2 മാസത്തോളം ആശുപത്രി കിടന്നു. എൻ്റെ അടുത്ത് കിടന്നവരൊക്കെ മിക്കവാറും പലരും മരിച്ചുപോയി. അപ്പോഴങ്ങനെ 2 മാസം കഴിഞ്ഞ് ഡോക്ടർ ഡിസ്ചാർജ് തന്നു. അന്നേരം പറഞ്ഞു പോയി സൂക്ഷിക്കണം, 2ാമത് വരാതെ നോക്കണമെന്ന് പറഞ്ഞു. പക്ഷേ വീട്ടിൽ ചെന്ന് 1 മാസം കഴിഞ്ഞ് 2ാമതും വന്നു. അന്ന് ഡോക്ടർ പറഞ്ഞത് ആദ്യം വന്നവരുടെ തന്നെയാണെങ്കിൽ ചിലപ്പോൾ അന്നത്തെ കാലത്ത് വലിയ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ലേ, ചിലപ്പോൾ കയ്യോ കാലമൊക്കെ തളർന്നു പോകും, അങ്ങനെ പലതും സംഭവിക്കാം. അത് ഞങ്ങൾ പാലൂർക്കാവ് ചെല്ലുമ്പോഴേ അവിടെ പള്ളിയൊന്നുമില്ല. പാലൂർക്കാവിലും പള്ളിയില്ല, തെക്കമലയും പള്ളിയില്ല. അപ്പോൾ പെരുവന്താനത്തെ പള്ളിയിൽ നിന്ന് വികാരിച്ച് വന്ന് ആ മാസത്തിലൊരു കുർബാന വന്ന് ചെല്ലുന്ന ചെറിയ കെട്ടിടമുണ്ട്. അത് തെക്കേമലയാണെങ്കിൽ ഒരു ആനക്കുഴി എന്നൊക്കെ അന്ന് അറിഞ്ഞുകൊണ്ടിരുന്നത്. അവിടെയും പുല്ല് മേഞ്ഞ ചെറിയൊരു ഈ മുറിയുടെ പോലും വലിപ്പം കഷ്ടിച്ചേ ഉള്ളൂ, എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോകാറായിരിക്കുന്ന. പാലൂർക്കാവിലാണേലും ഒരു ചെറിയ കുരിശുപള്ളിയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മാസത്തിലൊരു കുർബാനയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ളവരെല്ലാവരും തന്നെ ഫാദർമാരൊക്കെ എന്നും പള്ളിയിൽ പോകുന്നവരാണ്. അവർക്ക് പള്ളിയിൽ പോകണമെങ്കിൽ
ഞായറാഴ്ചകളും ഇല്ല, മനസ്സിലായോ? അത് കാരണം പെരുവന്താനത്ത് പോകും. പെരുവന്താനത്ത് പോകണമെങ്കിൽ ഒരു 4 കിലോമീറ്റർ വലിയ കുന്ന് കയറി പോകണം. അപ്പോൾ എന്നെയും കൊണ്ടുപോകും. അങ്ങനെ അവിടെ പൊയ്ക്കൊണ്ട് പിന്നെ ഫാദറും പാലൂർക്കാവിൽ അന്നത്തെ കാലത്ത് സാമ്പത്തിക കുറേ നല്ല മനുഷ്യരുണ്ട്. അപ്പോൾ അവരെയും കൂട്ടിക്കൊണ്ട് ഫാദർ ചങ്ങനാശ്ശേരി അരവനെ പോയി പിതാവിനെയൊക്കെ കണ്ട്. അപ്പം അങ്ങനെ ഒരച്ഛനെ എനിക്ക് തോന്നുന്നു ഞായറാഴ്ചകളിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് വന്നു പോവുക, പാലായിൽ നിന്ന് അങ്ങോട്ട് വന്ന്, അന്ന് പാലാ രൂപയായിട്ടില്ല. അങ്ങനെ അച്ഛൻ ഞായറാഴ്ച തെക്കേമലയാണ് കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. പക്ഷേ പേര് എല്ലാത്തിനും കൂടെ പാലൂർക്കാവുന്നതാണ്, മനസ്സിലായോ? പിന്നെ തെക്കേമലയായിരുന്നു കൂടുതൽ ആൾക്കാരുള്ളത്. അന്ന് വലിയ വീടുകളൊന്നുമില്ല. ഈ പുല്ല് മേഞ്ഞ ഓല മേഞ്ഞ വീടുകൾ, ഓടിട്ട് പിഞ്ഞ് അങ്ങനെയുള്ള അത്രയും വളർന്നിട്ടില്ല. അപ്പം ഞങ്ങൾ അവിടെയാണ് പിന്നെ ഞായറാഴ്ചകൾ പോകുന്നത്. വിശേഷ ദിവസങ്ങൾ വെച്ച് മന്നയുടെ പോയില്ല, പെരുവന്താനം പോകും. അല്ലെ പിന്നെ മുണ്ടാക്കയത്ത് വരണം. മുണ്ടാക്കയത്ത് വന്നാൽ അന്ന് ലത്തിമ്പള്ളിയിലാണ് പോകുന്നത് മിക്കവാറും. ഈ ഞായറാഴ്ച കച്ചവടമുള്ള ദിവസമാണ്, ചന്ത ദിവസമാണ് ഞായറാഴ്ച. അപ്പം ആൾക്കാരൊക്കെ അവരുടെ പച്ചക്കറിയോ എന്തെങ്കിലും ഉള്ള വിൽക്കാനുള്ളത് കൊണ്ടുപോകും. അങ്ങനെ ഒക്കെ ഞായറാഴ്ച ചിലപ്പം മുണ്ടാക്കയത്ത് വരും. അപ്പോൾ ഈ ലത്തിമ്പള്ളി കുർബാനയ്ക്ക് പോകും. എല്ലാം നടപ്പാണ്. വന്നു കഴിഞ്ഞപ്പോൾ അന്ന് അത്രയൊക്കെ ആയപ്പോഴത്തേക്കും തെക്കേമലപ്പള്ളിയിൽ വികാരിയായി. അപ്പോൾ ഒരു സ്തനിസ്ലാവസ് ഞള്ളിയിൽ എന്ന് പറയുന്ന അച്ഛനാണ് അവിടെ വികാരിയായിട്ട് വരുന്നത്. ആ അച്ഛൻ്റെ കുർബാനയ്ക്ക് കൂടാനായിട്ട് ഞാൻ പഠിച്ചു. സുറിയാനിയാണ്, മനസ്സിലായി? അപ്പോൾ അവിടുന്ന് വേറെ ആരും കുർബാന, ഒരു കപ്പിയാരൊക്കെ ഉണ്ട്, പക്ഷെ ആരും കുർബാനയ്ക്ക് കൂടാനൊന്നുമില്ല. ആ കപ്പിയാർ വീട്ടിൽ വന്ന് എന്നെ പഠിപ്പിച്ചു. പിന്നെ അവധി ദിവസങ്ങളിൽ ഞായറാഴ്ചയെല്ലാം അച്ഛൻ്റെ കുർബാനയ്ക്ക് കൂടിയുണ്ട്. അച്ഛൻ ട്രാൻസ്ഫർ പോകുന്നവരെ കൂടുമായിരുന്നു. അപ്പം അച്ഛൻ വന്നു കഴിഞ്ഞ ഒരു പ്രാവശ്യം ഒരു പിള്ളേർക്കൊരു ധ്യാനം വെച്ചു. അത് വേറൊരു അച്ഛനാണ്, ഞാനപ്പോൾ ഓർക്കുന്നില്ല പേരൊന്നും. ആ അച്ഛൻ വന്നാണ് ധ്യാനിപ്പിച്ചത്. അപ്പോൾ പിള്ളേരുടെ ധ്യാനമല്ലേ, ഞങ്ങൾ വീട്ടിൽ നിന്ന് പിള്ളേരെല്ലാം ധ്യാനത്തിന് പോയി. അപ്പം ആ വന്ന് പ്രസംഗിച്ച അച്ഛന് പ്രസംഗത്തിൽ പറഞ്ഞു, പഠിക്കാൻ ബുദ്ധിമുട്ടും പ്രയാസമുള്ളവർ വിശുദ്ധ ജോൺ വിയാനി പുണ്യാണ്ട് പ്രാർത്ഥിക്കുവാണെങ്കിൽ പഠിക്കാൻ പറ്റുമെന്ന്, മനസ്സിലായ? ഞങ്ങളെല്ലാം അത് കേട്ടിട്ട് വീട്ടിൽ വന്ന് സന്ധ്യാപ്രാർത്ഥന വൈകിട്ട് പള്ളി മണി അടിക്കാൻ നോക്കിയിരിക്കുക. എല്ലാവരും പായൊക്കെ വിരിച്ച് റെഡിയായിരിക്കും. പള്ളി മണി അടിക്കുമ്പോൾ എല്ലാവരും അമ്മ എല്ലാം പ്രാർത്ഥിക്കും, എല്ലാം സഹായിക്കും. അന്നേരം പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിയും. പിന്നെ വിയാനി പുണ്യാനോട് പ്രാർത്ഥന തുടങ്ങി. ഏതായാലും ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വിധമെല്ലാം മാറി. എല്ലാം മാറി. പിന്നെ അന്ന് നല്ലപോലെ പഠിക്കാറായി. അവിടെ ക്ലാസ്സിൽ ഞാനായിരിക്കും ഫസ്റ്റ്. അതുപോലെ പഠിക്കാറായി. ഈ പുണ്യാള അതെ അതെ. അത് കഴിഞ്ഞ് പിന്നെ കാരണം 3-4 കിലോമീറ്റർ കയറ്റം കയറി പോകണം, പെരുവന്താനത്ത് പോകണം സ്കൂളിൽ പോകണമെങ്കിലേ. അത് കാരണം പഠിക്കാൻ വേണ്ടി വൈകിട്ട് അത്താഴം എന്ന് പറഞ്ഞാൽ ഒരു കുരിശുമണി അടിച്ച് കഴിയുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് ഉടനെ അത്താഴമാണ്, പിന്നെ ഉറങ്ങിപ്പോകും. അത് കാരണം ഞാൻ വെളുപ്പിനെ ഒരു 3-4 ആകുമ്പോൾ എഴുന്നേൽക്കും, പഠിക്കാൻ തുടങ്ങും, മനസ്സിലായോ? തലേദിവസം പഠിപ്പിച്ച് മുഴുവൻ പഠിക്കും. ഒരു പ്രശ്നമില്ല. എന്താണേലും പ്രേക്ഷകരോട് ഒരു ദൂതിനുള്ള സമയമായി. കാരണം വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യാളച്ചൻ്റെ ജീവചരിത്രം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. പഠിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ബ്രദറായിരുന്നു. അച്ഛനാകാനായിട്ട് കഴിവില്ല, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ട അവസ്ഥയൊക്കെ വന്നതാണ്. പക്ഷേ ദിവ്യബലിയോടും പരിശുദ്ധ അമ്മയോടുമുള്ള സ്നേഹത്താൽ വൈദികനാകുക മാത്രമല്ല, ആർട്സിനെ മുഴുവനും മാനസാന്തരപ്പെടുത്തി എന്ന് മാത്രമല്ല, എനിക്ക് അത്ഭുതം തോന്നുന്നത് അത്തരത്തിൽ പഠിക്കാൻ വിഷമമുണ്ടായിരുന്ന ഒരു വ്യക്തിയെ കർത്താവ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുടെ മധ്യസ്ഥനായി മാറ്റുക മാത്രമല്ല, അച്ഛൻ്റെ ജീവിതത്തിൽ ഏകദേശം 1-2 മാസം കൊണ്ട് അല്ലേ മധ്യസ്ഥൻ്റെ പ്രാർത്ഥന കൊണ്ട് ആ സ്കൂളിലെ തന്നെ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥിയായിട്ട് മാറി. തീർച്ചയായിട്ടും ഈ കുടുംബങ്ങളിൽ, ഈ പഠന മേഖലകളിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് മരിയ വിയാനി പുണ്യാളൻ്റെ മധ്യസ്ഥം തേടാം. അങ്ങനെ ഞാൻ അവിടെ പഠിച്ചു. അപ്പോൾ 3rd ഫോം ആയപ്പം അവിടെ കന്യാസ്ത്രീമാരെ കണ്ട് പഠിപ്പിക്കുന്നേ. അപ്പം പരീക്ഷ കഴിഞ്ഞപ്പം അവരെന്നെ അവിടെ പിടിച്ചിരുത്തി അവരുടെ സ്റ്റാഫ് റൂമിലേ. എന്നിട്ട് എന്നോട് പറഞ്ഞു അച്ഛനാകാൻ പോകണമെന്ന് പറഞ്ഞു. അന്ന് അച്ഛനാകാൻ പോകാന്ന് പറഞ്ഞാലൊന്നും അത്രയൊരു നമുക്ക് വലിയ താല്പര്യമല്ല, അതിനെപ്പറ്റി വലിയ അറിവില്ല. അപ്പം ആ വർഷങ്ങളിലൊക്കെ ഈ നൊയമ്പ് കാലമൊക്കെ സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പ് തുടങ്ങുകയാണെങ്കിൽ ഈ സിൽവാപ്പാതയൊക്കെ നടത്താൻ എന്നെ ഏൽപ്പിക്കും, സിസ്റ്ററെ ഏൽപ്പിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടുന്ന് 3rd ഫോം പാസ്സായി കഴിഞ്ഞപ്പോൾ പിന്നെ പോകണേ മുണ്ടക്കയത്ത് പോകണം, സീമ സ്കൂളിൽ പുറത്തില്ല, അല്ല അവിടെയൊന്നും ഹൈസ്കൂളില്ല. അപ്പം മുണ്ടക്കയത്ത് പോകണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 16 കിലോമീറ്റർ നടക്കേണ്ടി വരും. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് കാരണം
4th പഠിക്കാനായിട്ട് തെടനാട്ട് ഇപ്പാപ്പൻ്റെ വീട്ടിൽ അവിടെ പോയി താമസിച്ചു കൊണ്ടിട്ട് അരുവിത്തുറ സെൻറ്റ് ജോർജ് ഹൈസ്കൂളിൽ 4th അവിടെ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അതാണെങ്കിൽ ഒരു 4-5 കിലോമീറ്റർ കഷ്ടിച്ച് നടക്കണം വീട്ടിൽ നിന്ന്. അന്നങ്ങനെ വണ്ടികളൊന്നുമില്ല. അപ്പോൾ ആ വീട്ടിൽ നിന്ന് തന്നെ 2 പേര് എൻ്റെ ക്ലാസ്സിൽ തന്നെ ഉള്ളവരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേര് അങ്ങനെ അങ്ങോട്ട് പോകും. അത് അരുവിത്തുറ പള്ളിയുടെ മാനേജ്മെൻറ്റുള്ള സെൻറ്റ് ജോർജ് ഹൈസ്കൂളാണ്. അപ്പോൾ അവിടെ 4th അവിടെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ആ സാറ് ഇംഗ്ലീഷ് സെക്കൻഡ് പേപ്പറൊക്കെയാണ് പഠിപ്പിക്കുമ്പോഴേ ഒരു അധ്യായം പഠിപ്പിക്കുമ്പോൾ പഠിച്ച് തീരുമ്പോഴേ എനിക്ക് കംപ്ലീറ്റ് കാണാപ്പാടം അറിയാം. അന്നേരം സാറിനോട് പറയാം ആദ്യം വരെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് പറയാൻ പറയും. അതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെ. 4th പരീക്ഷയെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ പിന്നെ 2-3 പെങ്ങന്മാരേ ഉള്ളൂ. ബാക്കിയുള്ളവരെ കെട്ടിച്ചിട്ട് പോയി. പിന്നെ മിഷന് പോകുന്നവരുണ്ട്. അപ്പോൾ അത് വീട്ടിലാളില്ലെന്നായി വരിക. എൻ്റെ ഇളയ പെങ്ങൾ പല ബോർഡിങ്ങിലായി. അപ്പോൾ ഞാൻ 4th കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പാലക്കാന് പോന്നു. 5th പിന്നെ മുണ്ടക്കയത്ത് സീമ സ്കൂളിൽ പോകണം. വേറെ ഹൈസ്കൂള് തെക്കേമല ഒരിടത്തുമില്ല, തിരുവനന്തപുരത്ത് ഒരിടത്തുമില്ല. അപ്പം വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ ചിലപ്പം ഒരു 7 മണിയാകുമ്പോഴെങ്കിലും പോയെങ്കിൽ 3rd ബെൽ അടിക്കുമ്പോഴേക്കും ചെല്ലാൻ പറ്റുള്ളൂ. നടന്നു വേണ്ടേ പോകാനായിട്ട്. അപ്പം അമ്മയൊക്കെ പറയും കൂട്ടുകാരും ഇല്ലെങ്കിൽ കൊന്തയിലേക്ക് കൊണ്ട് പോകാൻ പറയും. കാര്യം പോകുമ്പോഴേ ഈ എല്ലാം വനപ്രദേശം പോലെയൊക്കെയാണ്. അത് ഞങ്ങൾ ചോറൊക്കെ ഒന്ന് വാഴയിലേക്കകത്ത് കെട്ടിയോ അങ്ങനെ ഇപ്പം TR&D എസ്റ്റേറ്റിൽ കയറി കഴിയുമ്പം എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ പിള്ളേരുണ്ട്, അവർ പട്ടിണിയാണ്. അപ്പം ഞങ്ങൾ കുറേ വരും. ഈ ചോറ് തന്നേക്കാൻ ചോദിച്ചാൽ പറയാൻ നടക്കുവേ. അപ്പം അതങ്ങ് കൊടുത്തേക്കും. പിന്നെ ചില ദിവസം 2 പൊതി കൊണ്ടുവരും, 1 ഇവർ കൊടുക്കാനായിട്ട്. കുറേ നാൾ അങ്ങനെയൊക്കെ പോയി. അത് കഴിയുമ്പോൾ 2 കൊടുക്കേണ്ടി വന്നു. 4th അരുവിത്തുറയായിരുന്നല്ലോ. അവിടുന്ന് വീട്ടിലെ അസൗകര്യം കൊണ്ട് പിള്ളേരൊക്കെ ബോർഡിങ്ങിലും മറ്റുള്ളവരൊക്കെ ആയതുകൊണ്ടേ അപ്പോൾ അവിടെ ചെന്നപ്പോൾ TC തരികയില്ല. പഠിക്കുന്ന പിള്ളേരായതുകൊണ്ട് TC തരികയില്ല. പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിലെ അവസ്ഥയൊക്കെ പറഞ്ഞ് TC കിട്ടി. അങ്ങനെയാണ് മുണ്ടക്കയത്ത് വരുന്നത്. മുണ്ടക്കയത്തും ഒരു ഡിവിഷനിൽ ഒത്തിരി പിള്ളേരുണ്ട്, ഒത്തിരി ഡിവിഷനുണ്ട് ഒരു ക്ലാസ് തന്നെ. അപ്പോൾ അവിടെ അന്ന് 5th പരീക്ഷ എല്ലാം കഴിഞ്ഞു. അവിടെ നല്ല റിസൾട്ടോടെ പാസ്സായി. അത് കഴിഞ്ഞ് പിന്നെ 6th അപ്പോഴേ അന്ന് ഞങ്ങളുടെ പറമ്പിൽ എല്ലാം കൃഷിയുള്ള ഒരു സമയമായിരുന്നു. അപ്പം ഈ സ്ഥലം 10-13 ഏക്കറുള്ള ഇങ്ങനെ ഒത്തിരി മുകളിലോട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പകുതിക്ക് മുകളിൽ ഇങ്ങനെ ഇഞ്ചി നടുകണ്ടില്ല കൃഷി ഉണ്ടായിരുന്നു. അപ്പോഴ് താഴെ പറമ്പിൻ്റെ താഴെ തോടടുത്ത് ഒരു ചെറിയ വീട് പോലെ വെച്ചിട്ടുണ്ട്, കന്നുകാലി കൂടൊക്കെ ഉണ്ട്. അപ്പം എന്നോട് പറഞ്ഞു സന്ധ്യ മയങ്ങുന്നതിന് മുമ്പ് കിടാവിനെ ഒന്ന് അഴിച്ച് കൂട്ടി കെട്ടിയേക്കണമെന്ന് പറഞ്ഞേ. അപ്പം ഞാൻ ഈ പറമ്പിൻ്റെ പകുതിക്ക് നിന്ന് താഴോട്ട് സന്ധ്യാറായി ഞാൻ ഓടി ഇറങ്ങി പോരുക. താഴത്തെ കന്നാലി കുട്ടിയോട്ട് മാറ്റി കെട്ടാൻ ഏതാണ്ട് അടുത്ത് വരാറായപ്പോഴത്തേക്കും ഈ വഴിയിലൊക്കെ ഒത്തിരി തേയില വെട്ടിയതും എല്ലാം ചപ്പ് കിടപ്പുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കൂടെ ചാടി പോരുന്നു. വന്നപ്പോൾ ഒരു പാമ്പ് കയറി കടിച്ചു. പക്ഷെ പാമ്പിനെ കാണാനില്ല. അത് കടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വലതുകാലിലാണ് കടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇടിമിന്നൽ പോലെ ശരീരത്തിലെ ഭയങ്കര വേദനയാണ്. അത് പിന്നെ കിടാവിനെ അഴിച്ചു കെട്ടാൻ പോകാൻ പറ്റിയില്ല. ഞാൻ നേരെ തിരിച്ച് വീട്ടിലോട്ട് കിടാം. ഭയങ്കര കുന്നാ. ആ കുന്ന് ആണെങ്കിലും പെട്ടെന്ന് മുകളിൽ കയറി ചെന്നപ്പോഴത്തേക്കും എന്നാന്നും പറയാൻ പറ്റത്തില്ല, ഏത് പാമ്പാന്നും അറിയത്തില്ല. അന്നേരം അവിടെ ഈ ഹോമിയെന്നൊരു മെഡിസിന് പണ്ട് ഫാദർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ഈ വിഷചികിത്സയ്ക്കുള്ള. അത് അമേരിക്കയിലുള്ള ഒരു അച്ഛൻ കണ്ടുപിടിച്ചായിരുന്നു ഹോമിയോ മെഡിസിൻ. അത് വീട്ടിലുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എടുത്ത് തന്നു. എന്നിട്ടും ഒരു കുറവുമില്ല. പിന്നെ അവർ വിഷമുണ്ടോയെന്ന് അറിയണമെങ്കിൽ ഈ എരിവുള്ള സാധനം കഴിച്ചു നോക്കിയാൽ വിഷമുണ്ട്, എരിവ് കാണുകയില്ല. പിന്നെ അവർ വിഷമുണ്ട്, വിഷമുണ്ട്. അത് രാത്രി ഒരു 8-9 മണി വരെ വീട്ടിലിരുന്നൊക്കെ നോക്കിയിട്ടെങ്ങും ഒരു രക്ഷയില്ല. എന്നിട്ട് പിന്നെ അവിടെ പാലൂർക്കാവിലൊരു വൈദ്യനുണ്ട്. ആ വൈദ്യന് അവിടെ ആ ഒരു വൈദ്യനേ ഉള്ളൂ. പുള്ളി ആയുർവേദം ഇംഗ്ലീഷ് എല്ലാം ചെയ്യുന്ന. അപ്പോൾ ആ വൈദ്യനെ അടുത്ത് കൊണ്ടുപോയി. അത് വീട്ടിൽ നിന്നൊരു 1.5 കിലോമീറ്റർ മിച്ചം പോകണം. അവിടെ ചെന്ന് വൈദ്യനെ പുസ്തകമൊക്കെ എടുത്ത് നോക്കിയിട്ട് പുള്ളി പറഞ്ഞു ഈ അണലി വർഗത്തിൽപ്പെട്ടൊരു പാമ്പാന്ന് പറഞ്ഞു. അവർക്ക് കുറേയൊക്കെ അറിയാം. അന്നേരത്തെ എനിക്ക് കണ്ടമാനം ഛർദ്ദിക്കാൻ വരിക. അപ്പം ഡോക്ടർ പറഞ്ഞു ഛർദ്ദിക്കുകയാണെങ്കിൽ അന്ന് പഴയ കെട്ടിടങ്ങളല്ലേ, അപ്പം വരാന്തയിൽ അവിടെ പോയി കിടന്നിട്ട് ഛർദ്ദിച്ചോടെന്ന് പറഞ്ഞു. വരാന്തയിൽ പോയി കിടന്നെങ്കിലും ഛർദ്ദിക്കില്ല. ഛർദ്ദിക്കാൻ നല്ലൊരു വരുന്നുണ്ട്, ഛർദ്ദിക്കില്ല.
അങ്ങനെ ഒരു ഇത് നേരം വെളുപ്പിച്ച് പിന്നെ പുള്ളി മരുന്നിടാനൊക്കെ ആയിട്ടുണ്ട്, പച്ചമരുന്ന് എല്ലാം കൂടെയൊക്കെ തന്നു. അതിലിട്ടുകൊണ്ടിരുന്നു. അപ്പം ഇത് സ്കൂള് തുറക്കാറാകുമ്പോഴും നടന്നു പോകാൻ പറ്റിയില്ല. അപ്പോൾ വികാരിച്ചനും പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, മാന്നാനത്ത് സെൻറ്റ് എഫ്രൈംസിനടി പോകാമെന്ന് പറഞ്ഞു. സെൻറ്റ് എഫ്രൈംസ് ഹൈസ്കൂളിലെ 6th അവിടെ പോകാനായിട്ട്. പിന്നെ അന്നേരം മുണ്ടാക്കത്ത് TC വെച്ചപ്പോൾ അവർ തരികയില്ല, പഠിക്കുന്ന പിള്ളേരുടെ സാധനം കൊടുക്കത്തില്ല. അങ്ങനെയായിരുന്നു. ഏതായാലും TC ഒക്കെ തന്നു. മാന്നാനത്ത് ചെന്നപ്പം അവർ അന്വേഷിച്ചപ്പോഴേ അഡ്മിഷൻ തന്നു. അവിടെ ബോർഡിങ്ങും അന്നത്തെ പള്ളിയൊക്കെ കണ്ട് ഒരേ മറ്റുമാണ്, അടുത്തടുത്താണ്. അവിടെ ഞങ്ങൾക്ക് ബോർഡിങ് റെക്ടറായിട്ടുണ്ടായിരുന്നത് പൗളീനോസ് എന്ന് പറയുന്ന അച്ഛനായിരുന്നു, സീമേ. അപ്പം ബോർഡിങ് കുറേ പിള്ളേരുണ്ട്. 6th പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അവിടെ ഈ CMA അച്ഛന്മാർക്ക് പാമ്പ് ചികിത്സയുണ്ട്. അപ്പോൾ എൻ്റെ വല്ലാതിരിക്കുമല്ലേ, അപ്പോൾ അവിടെ ചികിത്സയ്ക്ക് അവിടെ ഒരു സീമയിലൊരു ബ്രദറാണ്, ഇച്ചിരി പ്രായമൊക്കെ ഉള്ളത്. അവിടെ അതിനായിട്ടൊരു പ്രത്യേക ബിൽഡിംഗ് എല്ലാം ഉണ്ട്. അവിടെ പോയി അവർ മരുന്നൊക്കെ തന്നു. അപ്പോൾ ആ ബ്രദർ എന്നോട് പറഞ്ഞു, അവർക്ക് ഡൽഹിയിൽ നിന്നൊക്കെ ഈ പാമ്പിന് വിഷത്തിനുള്ള മരുന്ന് കിട്ടുമായിരുന്നു. പലയിടത്തും കിട്ടുകയല്ല, അത് അവർക്ക് കിട്ടും. അതൊക്കെ എടുത്ത് കാണിക്കും. അപ്പം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഛർദ്ദിക്കാൻ വന്ന കാര്യം പറഞ്ഞു ആ മരുന്ന് കഴിച്ച് ഛർദ്ദിച്ചിട്ടുള്ള ആരും ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞു. അന്ന് ഛർദ്ദിച്ചിരുന്നെങ്കിൽ ആള് പോവും. എന്നെ ഛർദ്ദിച്ചോളാനും പറഞ്ഞ ഡോക്ടർ മാറ്റി കിടത്തല്ലേ, ഛർദ്ദിച്ചില്ല. അന്നേരം അത് കേട്ടപ്പോഴാണ് ഈ ബ്രദർ ഇങ്ങനെ പറഞ്ഞത്, ആ ഹോമിയോ മരുന്ന് കഴിച്ച് ഛർദ്ദിച്ചിട്ടുള്ളവരാരും ജീവിച്ചിരിപ്പില്ല. അവരുടെ അടുത്തൊക്കെ എല്ലാ വിഷചികിത്സയ്ക്കെല്ലാം ഒരുപാട് പേര് ചെല്ലുന്ന, മരിച്ചില്ലെങ്കിൽ അവർ രക്ഷപ്പെടുത്തുക, എങ്ങനെയാണെങ്കിലും. പിന്നെ ഒരു കൊല്ലത്തോളം ഇങ്ങനെ പുള്ളിക്കാരൻ മരുന്നൊക്കെ തന്നിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് അവിടെ BT കോളേജുണ്ട്. അതിൻ്റെ പ്രിൻസിപ്പൽ എനിക്ക് തോന്നുന്നത് ഇസിദോർ അച്ഛനായിരുന്നു എനിക്ക് തോന്നുന്നത്. ഇപ്പം അത്ര കാണാൻ പേര് കൃത്യം ഓർമ്മയില്ല. BT കോളേജ് പ്രിൻസിപ്പൽ അച്ഛൻ വന്ന് എന്നോട് പറഞ്ഞു, അവരുടെ സെമിനാരി ചേരണമെന്ന് പറഞ്ഞു. അപ്പം SSLC ക്ലാസ്സിലാണല്ലോ, ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അച്ഛൻ പലപ്പോഴും വരും, എൻ്റെ ക്ലാസ് നോട്ടൊക്കെ എടുത്തുകൊണ്ടേ ബാക്കി പിള്ളേർക്ക് അവരുടെ പിള്ളേരുണ്ട് കൊടുക്കാനായിട്ട്, ആസ്പിരൻസ് ഉണ്ട്, അതൊക്കെ എടുത്തുകൊണ്ട് പോകാറ്, പിന്നെ തിരിച്ചുകൊണ്ട് തരും. അപ്പം അങ്ങനെ വർഷാവസാനമാകാറായപ്പോഴത്തേക്ക് ഞാൻ ഒരു ഇല്ലൻ്റിലൊരു എഴുത്തെഴുതി വികാരിച്ചൻ്റെ പേർ കേട്ടു, സെമിനാരിയിൽ ചങ്ങനാശ്ശേരി ചേരാൻ വേണ്ടി. മനസ്സിലായോ? അത് എഴുത്ത് ഒട്ടിച്ചിടരുതെന്നുള്ള റെക്ടേഷൻ മുറി പെട്ടിക്കകത്ത് ഇട്ടാൽ ഞാനത് ഇങ്ങനെയായിരുന്നു, ഇതിനെ ഒട്ടിച്ചിട്ടു. അത് റെക്ടേഷൻ തുറന്നു നോക്കി ചെന്നെ വിളിച്ചു. എന്നോട് ചോദിച്ചു, ഈ എഴുത്ത് അയക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അയക്കണമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു ഇവിടെ ചേർന്നാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് ഹെഡ് മാഷ് എടുത്തു പോയി. ഹെഡ് മാഷ് ഒരു ബ്ലാസ്റ്റ്യൂസ് എന്ന് പറഞ്ഞ സീമേ അച്ഛനാ, അച്ഛന് പ്രായമുള്ള അച്ഛനും പറഞ്ഞു അവിടെ സെമിനാരി ചേരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ ഇല്ല ഒക്കെ പറഞ്ഞിരുന്നു. അച്ഛൻ എഴുത്തയച്ചു. തലേ ദിവസം പിന്നെ ഇലക്ട്രീഷ്യൻ എന്തോ മരുന്ന് തന്നു. അത് കഴിച്ചു. ഞാൻ കിടന്നുറങ്ങി. പരീക്ഷയ്ക്ക് കുറച്ച് മുമ്പാണ് എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത്. SSLC പരീക്ഷയാണെന്ന് ഓർക്കണേ. ബാക്കി എല്ലാവരും റെഡിയാ. ആ സമയത്താണ് എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത്. ഞാൻ പോയി പരീക്ഷ എഴുതി. പിറ്റേ ദിവസം വേണ്ടതുപോലെയൊക്കെ ആയിരുന്നു. ആ പരീക്ഷ തീരുന്നത് വരെ മിക്കവാറും ഈ തലവേദനയായിരുന്നു. പരീക്ഷയൊക്കെ ഒരു തരത്തിലൊക്കെ എഴുതി. പിന്നെ പരീക്ഷയെല്ലാം കഴിഞ്ഞ് അവധിക്ക് വീട്ടിലോട്ട് പോന്നു. അപ്പം പിന്നെ ഈ സെമിനാരിയിൽ ചങ്ങനാശ്ശേരിയിലെ മൈനർ സെമിനാരിയിലെ ഇപ്പം വികാരിച്ച് പിന്നെ കാര്യം ഞങ്ങളോട് പറയുമായിരുന്നു, അവർക്കെല്ലാം അറിയത്തുള്ളൂ. അപ്പം എൻ്റെ കൂടെ 2 പേരെ കൂടെ ഒരുമിച്ച് ഇൻ്റർവ്യൂവിന് വിട്ടു. ഞങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ നടത്തി തിരിച്ചു പോന്നു. അപ്പം എനിക്കേ കിട്ടിയുള്ളൂ അഡ്മിഷൻ. മറ്റേ 2 പേര് ഒരാളെ തോറ്റുപോയി, ഒരാളെ എനിക്ക്. പിന്നെ അവർ പറഞ്ഞ ആ സമയമായപ്പോൾ SSLC ബുക്കും ഒക്കെ ആയി. വീട്ടിൽ നിന്ന് ചേട്ടൻ എന്നെയും കൂട്ടിക്കൊണ്ട് സെമിനാരിൽ പോയി. ഇലക്ട്രീഷ്യൻ്റെ കൊണ്ട് സർട്ടിഫിക്കറ്റ് കൊണ്ടേ കൊടുത്തു. അന്ന് തൈപ്പറമ്പിൽ അച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛനായിരുന്നു സെമിനാർ ഡയറക്ടറെ. അപ്പം ഇത് പിതാവിനെ കൊണ്ടേ കാണിക്കണം, ആർച്ച് ബിഷപ്പിനെ. അന്നേ കാവുകാട്ട് പിതാവാണ്. അപ്പം ഞാൻ കൊണ്ടുപോയി കാണിച്ചു. കാവുകാട്ടുപിതാവിനെ കൊണ്ട് സർട്ടിഫിക്കറ്റ് കാണിച്ചതിൽ നോക്കി ചോദിച്ചു, അസുഖം വല്ലതും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ടൈഫോയിഡ് വന്നിട്ടുണ്ട്, പാമ്പ് കടിച്ചതുണ്ട്. അതൊന്നും സാരമില്ലെന്ന് പറഞ്ഞ് എന്നിട്ട് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് സെമിനാരി കൊടുത്തേക്കാനും പറഞ്ഞു. അങ്ങനെ അഡ്മിഷൻ.
ആ അങ്ങനെ അവിടെ അഡ്മിഷൻ കിട്ടി. പിന്നെ അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഈ പാമ്പ് കടിച്ചതിൻ്റെ ഇച്ചിരി വിഷയമൊക്കെ ഉണ്ട്. കരിഞ്ഞായിരുന്നു, എന്നാലും പഠിക്കാനുള്ള നേരത്തെ പോലെ ഉണ്ടായിരുന്ന ആ കഴിവ് പറഞ്ഞിട്ട് തോന്നി. അപ്പം ഞങ്ങൾക്ക് ആദ്യത്തെ വർഷം പിന്നെ അവിടെ SB കോളേജിലെ അന്ന് പ്രീ യൂണിവേഴ്സിറ്റിയുടെ ലാസ്റ്റ് ബാച്ചാണ് ഞങ്ങൾ. സെമിനാരിൽ പോകുന്നതിന് മുമ്പ് വീട്ടിലുള്ളവരും അയൽക്കാരും എന്നെ അറിയാവുന്നവരൊക്കെ പറയുന്നത് എൻജിനീയറിങ്ങിന് പോകാനാണ്. പലരും പറഞ്ഞു എൻജിനീയറിങ് പോകാൻ പറഞ്ഞു, വീട്ടിൽ നിന്ന് പറയുന്നു മെഡിസിൻ പോകാൻ പറയുന്നു. അപ്പോഴേ ഞാൻ അന്നേരം വീട്ടിൽ പറഞ്ഞു മനുഷ്യരുടെ സ്പിരിച്വൽ ഡോക്ടർ ആകാൻ പോവാന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ സെമിനാരി പോവാന്ന്. അങ്ങനെ പറഞ്ഞാണ് ഞാൻ സെമിനാരി സെലക്ട് ചെയ്ത് പോകുന്നത്. മറ്റൊരു മെഡിസിൻ പോകാൻ പറഞ്ഞു, എൻജിനീയറിംഗ് പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പം ഞാൻ അൽമായരുടെ സ്പിരിച്വൽ ഡോക്ടറായിട്ട് പോകാൻ പോകാമെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞാണ് ഞാൻ സെമിനാരിലേക്ക് പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാനുള്ള സമയമായി. പക്ഷേ അച്ഛൻ പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. തീർച്ചയായിട്ടും അൽമായരുടെ അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ സ്പിരിച്വൽ ഡോക്ടറായി മാറാനായിട്ട് അച്ഛൻ എങ്ങനെ സാധിച്ചു എന്നുള്ളത് നിങ്ങൾ കാത്തിരിക്കുക.